CPIM-ന് വേണ്ടി ഡോക്ടർ VPP മുസ്തഫയാണ് ഇവിടെ പങ്കെടുക്കുന്നത്. സാമൂഹിക കാഴ്ചകൾ താത്വികമായി അവതരിപ്പിക്കുന്നതിൽ മികവ് കാണിക്കുന്ന ഡോക്ടർ VPP മുസ്തഫ, ദില്ലിയിൽ താങ്കളുടെ രാഷ്ട്രീയ കക്ഷി വലിയ ഒരു രാഷ്ട്രീയ സാന്നിധ്യമല്ല, പക്ഷെ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. ദില്ലിയിൽ എന്ത് നടക്കണമെന്നാണ് CPIM ആഗ്രഹിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? പാർട്ടിയുടെ വിലയിരുത്തൽ, ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ എങ്ങനെയാണ് ഡോക്ടർ മുസ്തഫ? എല്ലാവർക്കും നമസ്കാരം. രാജ്യ തലസ്ഥാനമായതിനാൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വിധിയെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ആളുകൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ജനാധിപത്യവാദികളും മതനിരപേക്ഷതയോട് കൂറുപുലർത്തുന്നവരുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഇപ്പോൾ ഡൽഹി നിയമസഭ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാന നിയമസഭകളെ പോലെ വലിയ അധികാരമൊന്നുള്ള ഒന്നല്ലല്ലോ. നമുക്കറിയാവുന്ന പോലെ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് ഡൽഹി സർക്കാർ എന്ന് പറയുന്നത് പരിമിതികളുള്ള, നിയന്ത്രണങ്ങളുള്ള ഒരു സർക്കാരാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് വിധി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒന്നാണ്. ആം ആദ്മി പാർട്ടിയുടെ നിലപാടുകളോട് ഇടതുപക്ഷത്തിന് വലിയ തരത്തിലുള്ള വിയോജിപ്പുകളുണ്ട് പല വിഷയങ്ങളിലും. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ BJP ഇതരമായിട്ടുള്ള ഒരു കക്ഷി വിജയിച്ചു വരിക ഏത് തെരഞ്ഞെടുപ്പിലായാലും അതൊരു പ്രധാനപ്പെട്ട സൂചകമാണ്. നമുക്കിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ഉൾപ്പെടെയുള്ള ഇന്ത്യ കൂട്ടായ്മയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു മുൻകൈയുണ്ട്. BJPയുടെ വലിയ നിലയിലുള്ള മുന്നേറ്റത്തെ തടയുന്നതിൽ അത് വലിയ നിലയിലുള്ള സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു കരുത്തിനെ ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുൻകൈ എടുക്കേണ്ട കോൺഗ്രസ് വലിയ അവധാനതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമെന്താ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കാര്യമായ തിരിച്ചടി നേരിട്ട ചില സംസ്ഥാനങ്ങളിൽ തൊട്ടുപിറകെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഹരിയാനയും രാജസ്ഥാനും മഹാരാഷ്ട്രയും എല്ലാം വലിയ നിലയിൽ നമ്മളെ തുറച്ചു നോക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് BJPക്ക് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായത്. അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ ലക്ഷ്യം 400+ ആയിരുന്നല്ലോ. പ്രധാനമന്ത്രി തന്നെ അതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് പോയിട്ട് കഴിഞ്ഞ 2 തവണയും 2014-ലും 2019-ലും BJPക്ക് ഉണ്ടായിരുന്ന ഒറ്റക്കുള്ള കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും BJPക്ക് എത്താൻ വേണ്ടി കഴിയാതിരുന്നത് 300-ൽ താഴെ ഒരു 230 സീറ്റിൽ BJP ഒതുങ്ങുന്ന അവസ്ഥ വന്നത് ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയമാണ്. അതിൽ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർഷക സമരങ്ങളുടെ വിളനിലമായിരുന്ന പ്രദേശങ്ങളിലാണ് BJPക്ക് കനത്ത തിരിച്ചടി നേരിട്ടത്. അതിൽ തീർച്ചയായിട്ടും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും CPIM-ഉം ഇന്ത്യയിലെ BJP ഇതര ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് അതത് പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന മറ്റു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചതുപോലെ തന്നെ ഈ ഇന്ത്യ കൂട്ടായ്മയെ മുന്നിൽ നിന്ന് നയിക്കേണ്ട രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത് ഇവിടെ ശ്രീ റോണി സൂചിപ്പിച്ചതുപോലെ ശുഭകരമായൊരു നീക്കമല്ല. അവിടെ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം എന്തുതന്നെ ഉണ്ടായിരുന്നാലും നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യ തലസ്ഥാനത്തെ വിധി നിർണയം ദേശീയ തലത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 2-3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കോൺഗ്രസ് നടത്തിയ ഇടപെടലുകളുടെ പ്രശ്നം മൂലമുണ്ടായ മുൻകൈ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിൽ ഒരടവ് നയമായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത്. അവിടെ ഈ 20 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഇപ്പോൾ അവകാശപ്പെടുന്ന 20 മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അവരൊരു സമീപനം സ്വീകരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഇപ്പോൾ വിധി വന്നിട്ടില്ലെങ്കിലും മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് പ്രവചിക്കുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, അങ്ങനെ സംഭവിക്കണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ പല എക്സിറ്റ് പോളുകളും സമീപകാലത്ത് തെറ്റുന്ന പ്രശ്നമുണ്ട്. ഡൽഹി നിയമസഭയിൽ തന്നെ അതുണ്ട്.
ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആദ്യം അധികാരത്തിൽ വന്ന 10 വർഷം മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് BJPക്ക് 25 സീറ്റുകൾ വരെ കിട്ടും. ആം ആദ്മി പാർട്ടിക്ക് അധികാരം കിട്ടുമെങ്കിലും BJPക്ക് 25 വരെ സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു. പക്ഷെ അത് 3 സീറ്റിലേക്ക് അന്ന് ഒതുങ്ങി. BJP 7 സീറ്റുകളിലും ആം ആദ്മി പാർട്ടി തനിച്ച് ജയിക്കുകയുണ്ടായി. 2019 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ BJPക്ക് 15 സീറ്റുകൾ കിട്ടും എന്നായിരുന്നു പ്രവചനം. പക്ഷെ അത് 8 സീറ്റിലേക്ക് ഒതുങ്ങി. ഈ അനുഭവം നേരത്തെ ഉണ്ട്. പക്ഷേ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആവണമെന്നുമില്ല. എക്സിറ്റ് പോളുകളുടെ പ്രവണതയെ സംബന്ധിച്ച് എപ്പോഴും അത് തിരിച്ചടി ആവണമെന്നില്ലല്ലോ. പ്രത്യേകിച്ച് മൈ ആക്സിസ് പോലെ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുന്ന, അവർ പോളിംഗ് ദിവസമല്ല എക്സിറ്റ് പോൾ പുറത്തുവിട്ടത്, ഇന്നലെയാണ് പുറത്തുവിട്ടത്. അവരുടേത് BJPക്ക് വലിയ ഭൂരിപക്ഷം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ മുന്നിൽ ഒരു വലിയ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. കാരണം ഇന്നത്തെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ BJP ഇതര ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ ഒരു വലിയ പ്ലാറ്റ്ഫോം, അതിന് രാജ്യ തലസ്ഥാനത്ത് നിന്നൊരു വലിയ സന്ദേശം നൽകാൻ വേണ്ടി കഴിയുമായിരുന്നൊരു സാഹചര്യമാണ് ആം ആദ്മിക്ക് അവിടെയുള്ള പിന്തുണയും കാര്യങ്ങളും കൂടി ഉപയോഗപ്പെടുത്തി കോൺഗ്രസും കൂടി ചേർന്ന് വരേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ തിരിച്ചു വരാൻ കോൺഗ്രസിന് കഴിയുമെന്ന് പറയുന്നത്, നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് അങ്ങനെ ശ്രമിച്ച സംസ്ഥാനങ്ങളിൽ ഹരിയാനയിലും രാജസ്ഥാനിലും ഒന്നും നടന്നില്ലല്ലോ. മഹാരാഷ്ട്രയിൽ തന്നെ നമുക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിലാണല്ലോ വലിയ തിരിച്ചടി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. കാരണം ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ വോട്ട് വീതം വലിയ നിലയിൽ കുത്തനെ പോയല്ലോ. പഴയ 25, 30, 40 ശതമാനമൊന്നുമില്ല. 5-5.5% മാത്രമേ കോൺഗ്രസിൻ്റെ വോട്ട് വീതം ഡൽഹിയിലുള്ളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പോലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അതിന് തൊട്ടു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലഭിച്ചില്ല. അപ്പോൾ ഇത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയെ കാണിക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഡൽഹിയിൽ കർഷക സമരങ്ങളുടെയും നേരത്തെ പറഞ്ഞതുപോലെ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള BJPയുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ, മതനിരപേക്ഷ ഭരണഘടനാ വിരുദ്ധ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾക്കൊരു വലിയ തടസ്സമായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് വലിയ ആശങ്ക ഉണർത്തുന്നതാണ് ഈ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ചിട്ടാണ് ഡൽഹിയിലെ വിധി നിർണയം വരുന്നതെങ്കിൽ അതിൽ വലിയ ഉത്തരവാദിത്വം ദൗർഭാഗ്യവശാൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ കാണും. അതോടൊപ്പം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് BJPയുടെ ഈ ഓപ്പറേഷൻ താമര എന്ന് പറയുന്ന കുതിര കച്ചവടം. അത് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടതാണ്. ജനവിധിയിലൂടെ അധികാരത്തിൽ വന്ന കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ എങ്ങനെ, ഇത്തവണയല്ല കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ചിട്ട് എങ്ങനെയാണ് അവിടെ BJP അധികാരം പിടിച്ചെടുത്തത് നമ്മുടെ മുന്നിലുള്ളതാണ്. ഗോവയിൽ എങ്ങനെയാണ് അവർ അധികാരം ആദ്യം, ഇപ്പോഴല്ല നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റകക്ഷിയായിട്ട് മുന്നിൽ വന്നിട്ടും എങ്ങനെയാണ് BJP അവിടെ ഭരണം പിടിച്ചെടുത്തത്. നേരത്തെയുള്ള മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അവിടെ BJP അധികാരം പിടിച്ചെടുത്തത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. അപ്പം അതുകൊണ്ട് ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് കേന്ദ്ര അധികാരം, അതിൻ്റെ മണി പവറും മസിൽ പവറും ഉപയോഗിച്ചുകൊണ്ട് ജനവിധികളെ തന്നെ അട്ടിമറിക്കുന്ന, ജനവിധിയാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. എന്നാൽ ആ ജനവിധിയെ മണി പവറും മസിൽ പവറും ഉപയോഗിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന BJPയുടെ രീതി ഡൽഹിയിലും നടക്കും എന്നത് നമ്മൾ കാണുകയാണ്. അതിൻ്റെ ആദ്യത്തെ തെളിവാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച 7 പേർ കൂട്ടത്തോടെ പോളിംഗിൻ്റെ തലേ ദിവസം BJPയിലെത്തി എന്നുള്ളത്. അതിനിപ്പോൾ ഒരു തൂക്ക് സഭയൊക്കെയാണ് വരുന്നതെങ്കിൽ ഡൽഹിയിൽ എങ്ങനെ സംഭവിക്കാൻ പോകും എന്നുള്ളതും തീർച്ചയായിട്ടും ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷ ഉണർത്തുന്ന ഒന്നാണ്. മുസ്തഫ CPIMൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ദില്ലി രാഷ്ട്രീയത്തിൻ്റെ വഴിത്തിരിവുകൾ, അതിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ കാഴ്ചവെക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നിലപാടുകൾ ഉറപ്പിച്ചിരിക്കുന്നു. നമുക്കത് കാത്തിരിക്കാം.